ബിജെപി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന പി.സി. ജോർജ് ന്യൂസ് 18നോട്. പത്തനംതിട്ടയുടെ എംപിയായി കേന്ദ്രത്തോട് 1000 കോടി രൂപ ആവശ്യപ്പെട്ടാൽ അവർ അനുവദിക്കും. പിൽഗ്രിം ടൂറിസത്തിന് പത്തനംതിട്ടയിൽ വലിയ സാധ്യതയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളുടെ പിന്തുണ ബിജെപിക്ക് ഉണ്ടായിരുന്നില്ല എന്നും പി.സി. ജോർജ് ചൂണ്ടിക്കാട്ടി. ആ ശബരിമല ഉൾപ്പെട്ട പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലം സ്വാഭാവികമായി ആ ശബരിമലയെ സംബന്ധിച്ച് പാർലമെന്റ് ശക്തമായിട്ട് വാദിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ എം പിക്കില്ലേ? അത് മാത്രമാണോ? പത്തനംതിട്ട മാത്രമല്ലെന്ന്, പത്തനംതിട്ട എന്ന് അവിടുന്ന് ഒരു പിൽഗ്രിം ടൂറിസത്തിന്റെ പ്രാധാന്യം വലിയ ഇതാണ്. കേന്ദ്ര ഗവൺമെന്റ് വളരെ സപ്പോർട്ട് ചെയ്യുന്നത്. ചെയ്യാവുന്നൊരു കാര്യം എന്താ? ശബരിമല അവിടെ നിന്ന് ഇറങ്ങി ബാബര് പള്ളിയുണ്ട് എരുമേലി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടുന്ന് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയുണ്ട്, പിന്നെ ഹൈന്ദവ പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട്, പിന്നെ വാഗമണ്ണിൽ വരുമ്പോൾ നമ്മുടെ മുരുകമ്പലയുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞാൽ ജയിക്കാൻ കഴിയുമോ? അല്ല, അത് പറഞ്ഞ് ജയിക്കാനല്ല, എനിക്ക് അങ്ങനെ ജയിക്കാൻ വേണ്ടി മറ്റേ വർത്താനം പറഞ്ഞ ഇടപാട് എനിക്കില്ല. അതുപോലെ തന്നെ വാഗമൺ കുരിശുമലയുണ്ട്, അതിനടുത്ത് അള്ളാപ്പാറയുണ്ട്. ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസത്തിന് വേണ്ടി ഒരു 1000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കണമെന്ന് ഞാൻ നിമിഷം അവരെ അനുവദിക്കും. അതിന് പറയാൻ ആള് വേണ്ടേ? മനസ്സിലായോ? പി.സി. പറഞ്ഞാൽ അനുവദിക്കും. ഞാൻ പറഞ്ഞ അനുവദിക്കും എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആ എം പിക്ക് ഞാൻ പറഞ്ഞ അനുവദിക്കും, ഒരു സംശയം വേണ്ട. പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു എം പി ആകണം എന്നുള്ള ആഗ്രഹം താങ്കളെ സംബന്ധിച്ചുണ്ടോ? പ്രത്യേകിച്ച് ശബരിമല പോരാട്ടത്തിലൊക്കെ മുന്നിൽ നിന്ന ആളാണ് താങ്കൾ. ഈ പറയുന്ന ക്രൈറ്റീരിയ പ്രകാരം അതിൽ വെക്കാവുന്ന ഒരാളാണ് താങ്കൾ. അത് നിങ്ങൾ ഇഷ്ടം പോലെ നോക്കിയൊന്നും അത് ജനം തീരുമാനിക്കണം. ഞാനിപ്പം നിൽക്കും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പം BJPയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. BJPന്ന് നേതാവ് പറയുന്നത് പി.സി. പറയും പത്തനംതിട്ട നിൽക്കാൻ പറയും, പോയി നിൽക്കും. നിൽക്കേണ്ട, കോട്ടയത്ത് പോകുമ്പോൾ കോട്ടയത്ത് പോകും.